എനിക്ക് മറ്റു ചർച്ചയിലേക്ക് പോകേണ്ടത് അതിന് മുമ്പ് ശ്രീ വേണുഗോപാലിന് മുമ്പ് ഡെന്നിയിലേക്ക് ഒരിക്കൽ കൂടി ഒരല്പസമയം കൂടി ശ്രീ ഡെന്നി, ശ്രീ ബൈജു തെറ്റാല പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം വളരെ പ്രധാനമാണ്. അവിടെ അവർക്കറിയാം നമ്മൾ 4 പാട് നിന്നും ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഒരുപാട് സാങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും കൃത്യമായി ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തൊരു രാജ്യമാണ്. അവിടെ അവർക്കുള്ള ചില പ്രശ്നങ്ങളിൽ അവർ പരിഹാരം കണ്ടെത്തുന്നത് ഒരുപക്ഷെ അവരുടെ പ്രതിരോധം കണ്ടെത്തുന്നതൊക്കെ ഇത്തരം ആണവായുധ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം. അവർക്കുള്ള പ്രതിരോധമായി അതിനെ കാണുകയും ചെയ്യാം. പക്ഷെ അതിനെ ചില രാജ്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് വന്നാൽ അത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീ രഞ്ജിത്ത്, പക്ഷെ അതിന്റെ ഒരു മറുവശം കൂടി നമ്മൾ പറയണം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ഇറാന്റെ മുദ്രാവാക്യം ഡെത്ത് ടു ഇസ്രായേൽ എന്നാണ്. അതായത് അവർ 79 കഴിഞ്ഞിട്ടുള്ള അവിടെ റെവല്യൂഷൻ വന്ന് എന്ന് പറയുമ്പം ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നത് ഇറാനാണ്. ഡെത്ത് ടു ഇറാൻ എന്ന് ഒരിക്കലും ഇസ്രായേൽ പറഞ്ഞിട്ടായിട്ട് എന്റെ അറിവിലില്ല. ഈ പാനലിസ്റ്റ് ഉള്ള വേറെ ആരെങ്കിലും അത് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നെ തിരുത്താം. പക്ഷെ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് ഇറാൻ. ഈ ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എന്ന് ഇസ്രായേലിനും അറിയാം. കാരണം ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ ഈ ബാലിസ്റ്റിക് മിസൈലിലെ ശ്രീ രഞ്ജിത്തും ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ അയൺ ഡോം ആയാലും ശരി, ഏതൊക്കെ ഡിഫൻസ് മെക്കാനിസം ഉണ്ടെങ്കിലും അതിന് ഒരു 100 എണ്ണത്തിന് നമുക്ക് തടുക്കാൻ പറ്റും. പക്ഷെ ഒരു 200-300 അയച്ചു കഴിഞ്ഞാൽ അതിന് 1-2 എണ്ണം ഈസി ആയിട്ട് അത് എസ്കേപ്പ് ചെയ്ത് പോകും, അതിന്റെ ഉള്ളിലേക്ക് പോകും. അതിന്റെ തന്നെ നാശനഷ്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ ഏകദേശം 13ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കും, അതിനകത്ത് ഇവർ കൺവെൻഷണൽ മെത്തേഡ് ഈ മിസൈൽസ് ഉപയോഗിച്ച് അതിനകത്ത് ഒരു 1 ടൺ വരുന്ന ഒരു ന്യൂക്ലിയർ ബോംബും കൂടെ വെച്ചിട്ടാണ് ഇസ്രായേലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇസ്രായേൽ ഇല്ലാതാവും. അപ്പം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാവരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഈ ഒരു ആക്ഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ജസ്റ്റിഫിക്കേഷൻ. അപ്പം ആ വശവും കൂടെ നമ്മൾ കാണണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇറാന്റെ സോവറിനിറ്റിയെ ബാധിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തി. പക്ഷെ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ഒക്ടോബർ 7 ഇതേപോലെ തന്നെയാണ് സിവിലിയൻസിനെ 1300ഓളം പേരെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാന്റെ പ്രോക്സീസ് ആയിട്ടുള്ള ഹമാസും ഹെസ്ബുള്ളയും കൂടെ ചേർന്നിട്ടല്ലേ അത് അറ്റാക്ക് ചെയ്തത്. അപ്പൊ അവരുടെയും ഹ്യൂമൻ റൈറ്റ്സും അവരുടെ റൈറ്റ്സും നമ്മൾ പറയണം. അപ്പം എനിക്ക് ഡെഫിനറ്റ്ലി ഇതിന് പിന്നിലൊരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഒക്ടോബർ 7 ഞാൻ പറയുന്നതിന്റെ കാരണം അതായിരുന്നു ഒരു മേജർ ട്രിഗർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ റീസൺസ് ഒക്കെ നമുക്ക് പോവാം. ഐ മീൻ ആരാണ് ആദ്യം വന്നത്, ആരുടെയാണ്, ഏതൊക്കെ UN റെസൊല്യൂഷൻസ് ഉണ്ട്, അതൊക്കെ കറക്റ്റ് ആണ്. അതൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ഒരു അത് താഴോട്ട് ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കും എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അക്കാഡമിക് ഡിബേറ്റ്സിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ കറന്റ് ആയിട്ടുള്ള ഈ ക്രൈസിസിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ ഈ ഒക്ടോബർ 7 ഹമാസിന്റെ ബേസിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പം അവരുടെ സെക്യൂരിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് മാറി. അത്രയും വലിയൊരു അറ്റാക്ക് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും അവരുടെ വലിയൊരു ലാബ്സ് ആണ്, സെക്യൂരിറ്റി ലാബ്സ് ആണ്, ഇന്റലിജൻസ് ലാബ്സ് ആണ്. അങ്ങനെ ഇനി ഒരിക്കൽ കൂടി വരരുത് എന്നുള്ള ഒരു ചിന്തയാണ് ഇസ്രായേലിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ ജഡ്ജ്മെന്റ് ഇരിക്കുന്നില്ല. ബിക്കോസ് അത് എന്റെ രാജ്യമല്ല അത് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു പക്ഷവും ഇല്ല. പക്ഷെ ഇതാണ് ഇസ്രായേലിന്റെ ലോജിക്. അതായത് അവർക്ക് ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവരെ വൈപ്പ് ഔട്ട് ആവും എന്നുള്ള ഒരു ത്രെറ്റ് ഉണ്ട്. ആ ത്രെറ്റിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അവർ ഒരു കമ്പ്യൂട്ടർ വൈറസ്, ടക്സ്നെസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉപയോഗിച്ച് അവർ ചെയ്ത് അത് ഇറാൻ അറിഞ്ഞു തന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ന്യൂക്ലിയർ പ്രോഗ്രാം ബാക്കിലോട്ട് പോയി. ഇവിടെയും ന്യൂക്ലിയർ ഈ ഒരു കാര്യം അതിനകത്ത് നമുക്ക് ആർക്കും പല ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. കാരണം എത്ര ഡീൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഒരു നോക്കൂ, ഇപ്പൊ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായ ഒരു ഇറാനെ ഇസ്രായേലിന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായ ഒരു ഇറാനെ ഇസ്രായേലിന് ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ വാസ്തവം. ഇപ്പം റഷ്യ എന്തുകൊണ്ടാണ് യുക്രൈനെ ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം യുക്രൈന്റെ ഭാഗത്ത് ഒരു ന്യൂക്ലിയർ ബോംബ് ഇല്ല. എന്നിട്ട് പോലും യുക്രൈൻ എന്തൊക്കെ കാര്യങ്ങൾ തിരിച്ചു ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ഒരു ഒരു ജിയോ പൊളിറ്റിക്കലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇസ്രായേലിന്റെ വൾണറബിലിറ്റീസിനും ഇസ്രായേലിന്റെ കൺസേൺസും കാണണം. അതേപോലെ തന്നെ ഇറാന്റെ ഭാഗത്തും അവർക്ക് ശരിയാണ്, അവരൊരു ഒറ്റപ്പെട്ടായിട്ടുള്ള രീതിയിലാണ് ധാരാളം സാങ്ഷൻസ്, അതിനകത്ത് അമേരിക്കയുടെ വലിയ റോളുണ്ട്.
അവിടുത്തെ ആദ്യം അവരുടെ 79 റെവല്യൂഷൻ എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പം പല ആളുകളും അവിടെ വലിയ വലിയ ഗെയിംസ് കളിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഇരയാവുന്നത് സാധാരണക്കാരാണ് എന്നുള്ള പോയിന്റിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പം രണ്ട് വശവും കൂടെ പറയണമെന്ന് മാത്രമാണ് എന്റെ ലിമിറ്റഡ്. ശ്രീ എം എസ് വേണുഗോപാൽ